ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാനൊരു മത്തങ്ങ കൊണ്ടൊരു മസാല ഉണ്ടാക്കാൻ പോവുകയാണേ. അതിന് വേണ്ടിയിട്ട് ഒരു 3/4 കിലോ മത്തങ്ങ എടുത്ത് കണ്ടിച്ച് കഴുകി വെച്ചിട്ടുണ്ട്, വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനത് ആദ്യമേ നമുക്ക് ഈ മത്തങ്ങ ഈ പ്രഷർ കുക്കറിനകത്ത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഇതിനകത്തൊരു അര ഈ ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത്, ഇനി ഇത് ഇച്ചിരി വെള്ളം, ഒറ്റ വിസിൽ മതി. ഇത് മതിയേ. ഇതൊന്ന് പ്രഷർ ചെയ്യാം. ഒരു വിസിൽ വന്നിട്ട് നമുക്ക് നിർത്താം. വെയിറ്റ് ഒന്നിട്ട് കൊടുക്കട്ടെ. നമ്മുടെ അതിൻ്റെ ഒരു വിസിൽ വരാറായിട്ടുണ്ടേ. അപ്പോഴത്തേക്ക് നമുക്കൊരു മസാല തയ്യാറാക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2.5 ടീസ്പൂൺ, ഈ സ്പൂണാണേ, മല്ലിപ്പൊടി, ഒന്നര ടീസ്പൂൺ പിരിയമുളക് പൊടിയേ. ഇത് ഇത്തിരി വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കി വെക്കാം. ചൂടിരിക്കട്ടെ. നമുക്ക് അടുപ്പ് കത്തിക്കാം. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഒരു വിസിൽ വന്നേ. ഞാൻ ഗ്യാസ് ഓഫാക്കാം. മതി, ഗ്യാസ് ഓഫാക്കി. അപ്പോഴത്തേക്ക് നമുക്കിൻ്റെ മസാല തയ്യാറാക്കാം. ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായി. ഇതിനകത്ത് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത്, കടുക് പൊട്ടട്ടെ. ഇതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്ത്, ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്ത്, ഇതിനകത്ത് ഒരു 4 പച്ചമുളക് വട്ടത്തി അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് അത് ഇട്ട് കൊടുത്തു. ഇതിനകത്ത് 2 തണ്ട് കറിവേപ്പില അത് ഇട്ട് കൊടുത്തു. ഇത് ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ. ആ പച്ചമുളകും ഇഞ്ചിയൊക്കെ ഒന്ന് ഒരു വാട്ടം വെച്ചിട്ട് നമുക്ക് അടുത്തേക്ക് കൊടുക്കാം. ഇനി ഇതിനകത്ത് ഈ കലക്കി വെച്ചേക്കുന്ന മുളകും മല്ലി മഞ്ഞപ്പൊടിയില്ലേ അതിട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ച് പാത്രം കൊടുത്ത് കഴിയാം. നല്ല മൂക്കണം, നല്ല അതിൻ്റെ ഒരു പച്ച മണമൊക്കെ മാറി നല്ലൊരു വരണം. ഞാൻ കാണിച്ചതേ.
നമ്മുടെ മത്തങ്ങ നോക്കേ. ഓക്കെ, മത്തങ്ങ നല്ല വെന്ത് ഇരിക്കട്ടെ. ഇനി അരപ്പൊന്ന് ഇത് വരട്ടെ, വെന്ത് വരട്ടെ. ഓക്കെ, നമ്മുടെ അരപ്പ് നല്ല മൂത്ത് കേട്ടോ. എണ്ണ തെളിഞ്ഞ് വന്ന് അരപ്പ് നല്ല മൂത്ത്. ഇനി ഇതിനകത്ത് ഞാൻ 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കേ. തക്കാളി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. മത്തങ്ങയ്ക്ക് ശകലം ഉപ്പല്ലേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് നമുക്കൊന്ന്, തക്കാളി നല്ല വെന്തോടെയാണ്, നല്ല സോഫ്റ്റ് ആവണേ. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കേ. ഇങ്ങനെ തീ ഒന്ന് കുറയ്ക്കാം. 1-2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. തീരെ കുറയ്ക്കണ്ട, ഒരു മീഡിയം. നമ്മുടെ തക്കാളി നോക്കേ. തക്കാളിയൊക്കെ നല്ല വെന്ത് ഒന്ന് ഉടച്ചു കൊടുക്കും. വെന്തിട്ടുണ്ട്, അതിയൊന്ന് തൊട്ടാൽ മതി. ഇനി ഇതിൽ ഒരു 1/2 ടീസ്പൂൺ കസൂരി മേത്തി. എന്ത് മണോ കസൂരി മേത്തിയുടെ ഇതിട്ട് കഴിയുമ്പോൾ തന്നെ. ഇനി ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂണിന് ഗരം മസാല. ഇനി ഇതിലോട്ട് നമ്മൾ ഈ വേവിച്ച് ചേക്കുന്ന മത്തങ്ങയില്ലേ, ഇതിട്ട് കൊടുക്കേ. നല്ല വെന്ത്. ഇനി ഇതില് ഇതിൻ്റെ തീ കുറച്ചിട്ട് കൊടുക്കേ. ഇതിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് ചൂടാക്കാം. ഞാൻ വെള്ളം ചൂടാക്കാൻ വെക്കാൻ മറന്നുപോയി. ഒന്ന് ചൂടാവട്ടെ. നമ്മുടെ വെള്ളം നല്ല ചൂടായേ. ഈ ചൂടുവെള്ളം ഇതിനകത്ത് കുറച്ച് ഒഴിച്ചു കൊടുക്കേ. ഇനി ഇതിനകത്ത് ഞാനൊരു ചെറിയ ഒരു കഷ്ണം ശർക്കര 2ആയിട്ട് പൊടിച്ചിട്ടേക്ക്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ശർക്കര. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം കൂടുതൽ വേണോ കുറവ് വേണോ ഇടണം, ഇടാതിരിക്കരുത്. മത്തങ്ങ ഇച്ചിരി വെന്ത് പോയിട്ടുണ്ട്, കുഴപ്പമില്ല. നമുക്കൊന്ന് അടച്ച് വെക്കേ. 1-2 മിനിറ്റ് ഇങ്ങനെ കിടന്ന് തിളയ്ക്കട്ടെ. തീ കുറച്ചിട്ടാൽ മതി, ഇങ്ങനെ ഇറങ്ങാൽ മതി. നമ്മളെ മത്തങ്ങ കറിയോ ഒക്കെ ഇതിൻ്റെ
ഉപ്പ് നോക്കിക്കോട്ടെ, ടേസ്റ്റ് ഒന്ന് നോക്കണ്ടേ. ആ, എല്ലാം സൂപ്പർ കറിയാണ്. ഓ, എന്തൊരു കറിയത്, കൊള്ളാം, നല്ല കറി. ഇനി ഇതിനകത്ത് നല്ല ഫ്രഷ് മല്ലിയില അരിഞ്ഞത് കുറച്ചിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇങ്ങനെ കേട്ടെ, ഒന്ന് അടച്ച് കൊടുക്കേ. ഇനി ഞാൻ തീ ഓഫാക്കുക. 1-2 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. നമ്മുടെ കറി നോക്കേ. നല്ല സൂപ്പർ കറിയാണ്, ധൈര്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിനകത്ത് സവോളയൊന്നും ഇട്ടിട്ടില്ലേ, വെളുത്തുള്ളിയില്ല. കണ്ടില്ലേ, നല്ല സൂപ്പർ അടിപൊളി ടേസ്റ്റാണ്. ചപ്പാത്തിക്കും ചോറിനുമൊക്കെ എൻ്റെ അമ്മ എന്ത് ടേസ്റ്റാണെന്നറിയാമോ. ധൈര്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറി. എല്ലാ കറിയും നല്ലത് തന്നെ, പക്ഷേ ഇത് നമുക്ക് ഇഷ്ടപ്പെടും ഭയങ്കരമായിട്ട്, കുഞ്ഞുങ്ങൾക്ക് വരെ ഇഷ്ടപ്പെടും. അപ്പം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.